ഹായ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പല വെയർഹൗസ് ലേഔട്ട്സുകളെ പറ്റി ഡിസ്കസ് ചെയ്തല്ലേ. 3 ടൈപ്പ് ഓഫ് വെയർഹൗസ് ലേഔട്ടുകൾ. എങ്ങനെയാണ് അവരവരുടെ ഇൻബൗണ്ട് ഔട്ട്ബൗണ്ട് അത്തരം പ്രൊസീജിയേഴ്സ്, അങ്ങനത്തെ ഒരു 3 കോൺസെപ്റ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു വേറൊരു കാര്യം, ആ ഒരു ലേഔട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിപ്പോൾ റിയൽ ലൈഫിൽ കാണുന്ന ഒരു വെയർഹൗസിനെ അങ്ങനെ സമീപിക്കരുത്, അല്ലെങ്കിൽ ഇങ്ങനെയാണ് അങ്ങനെയാണോ അത് നിർമ്മിച്ചിരിക്കുന്നത്, അങ്ങനത്തേക്കുള്ളൊരു കോൺസെപ്റ്റ് അത് മൈൻഡിൽ വെച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെ അല്ലെങ്കിൽ അത് തെറ്റാണോ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ പഠിച്ചതെന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ ഇല്ലാതിരിക്കണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. എനിവേ, അപ്പോൾ ഒന്നുകൂടി പറഞ്ഞ പോലെ വെയർ ഹൗസുകൾ അവരുടെ ഓപ്പറേഷണൽ രീതികൾ അനുസരിച്ചിട്ട് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവരെന്ത് ചെയ്യും, അവിടുത്തെ ഓപ്പറേഷണൽ സ്ട്രക്ചറുകളിൽ മാറ്റങ്ങൾ വരുത്താം അവർക്ക് അതിനുള്ള അവകാശമുണ്ട്. അല്ലെങ്കിൽ അവരത് എന്താണോ എളുപ്പം അതനുസരിച്ചിട്ട് അവർ അത് സോർട്ട് ചെയ്തെടുക്കുകയാണ് പതിവ്. ഓക്കെ, എനിവേ ആ ഒരു 3 കോൺസെപ്റ്റ് നിലവിൽ നിൽക്കുന്നുണ്ട്, അതുകൊണ്ടാണ് നമ്മളത് പരിചയപ്പെട്ടത്. എനിവേ അതോടെ നിൽക്കട്ടെ. നമുക്ക് ഇനി പല ടൈപ്സ് ഓഫ് വെയർ ഹൗസുകൾ ഏതാണെന്ന് നോക്കാം. ഓക്കെ, നമ്മൾ ലേ ഔട്ടാണ് പറഞ്ഞത്. ഇനി എന്തൊക്കെ ടൈപ്പ് വെയർ ഹൗസുകളാണ്, അതിൻ്റെ അതിൽ നടക്കുന്ന ഓരോരോ ഓപ്പറേഷൻസ് അനുസരിച്ചിട്ട് ആ വെയർ ഹൗസുകൾ നമ്മൾ ഇത്ര രീതിയിൽ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്, ഇത്ര എണ്ണം എന്ന് പറഞ്ഞ് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ഏതൊക്കെയാണ് അതെന്ന് നോക്കാം. ഓക്കെ, നമുക്ക് മേ ബി സം കൈൻഡ് ഓഫ് വെയർ ഹൗസസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ സം സോർട്ട് ഓഫ് വെയർ ഹൗസസിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇങ്ങനെ ഓപ്പറേഷനാണ് ചെയ്യുന്നത് എന്നൊക്കെയുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് മൂവിങ് ഓൺ ടു ഫസ്റ്റ് വണ്ണാണ് പബ്ലിക് വെയർ ഹൗസ്. പബ്ലിക് വെയർ ഹൗസ് പ്രോബബ്ലി ഓൺ ചെയ്യുന്നത് ഗവൺമെൻറ് ആയിരിക്കാം. പബ്ലിക് വെയർ ഹൗസ് ലൈക്ക് അതിൻ്റെ പേര് ഡിനോട്ട് ചെയ്യുന്ന പോലെ തന്നെ പബ്ലിക്കിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു പർപ്പസ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അതായത് നമുക്കിപ്പോൾ ഒരു വെയർ ഹൗസ് ഫെസിലിറ്റി അവിടെ ആവശ്യമാണെങ്കിൽ ഇത്തരം പബ്ലിക് വെയർ ഹൗസുകൾ ത്രൂ നമുക്ക് ആ ഒരു ഓപ്പറേഷൻ അവിടെ ഫുൾഫിൽ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ ഗുഡ്സ് സ്റ്റോർ ചെയ്യാനും അതിൻ്റെ അവിടെ നിന്നുള്ള സ്മൂത്ത് ട്രാൻസാക്ഷനൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് പബ്ലിക് വെയർ ഹൗസുകളെ ആശ്രയിച്ച് ആ ഒരു ഓപ്പറേഷൻ അവിടെ ഫുൾഫിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, പിന്നെ ഇത് പബ്ലിക് വെയർ ഹൗസുകൾ നമുക്ക് കുറച്ചുകൂടി അനുയോജ്യമാവുന്നത് ഷോർട്ട് ടേം ഗോൾസ്, അല്ലെങ്കിൽ നമ്മുടെ ചെറിയൊരു പീരീഡിലേക്കുള്ള നമ്മുടെ ബിസിനസ്സിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ്. അതായത് നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിലോട്ട് മാത്രമായിട്ട് എന്ത് ചെയ്താൽ മതി, ആ വെയർ ഹൗസുകളുടെ സർവീസ് അവിടെ എടുത്താൽ മതി. ഓക്കെ, നമുക്ക് ആ ഒരു ചെറിയ പീരീഡ് കണക്കിലായിക്കൊണ്ട് മാത്രം എന്ത് ചെയ്താൽ മതി, ആ ഒരു ഓപ്പറേഷൻ അവിടെ കൊടുത്താൽ മതി, അല്ലേ. ദെൻ നെക്സ്റ്റ് വൺ പ്രൈവറ്റ് വെയർ ഹൗസുകൾ. ഓക്കെ, പ്രൈവറ്റ് വെയർ ഹൗസസ്. ഈ പ്രൈവറ്റ് വെയർ ഹൗസ് എന്ന് പറയുന്നത് ലൈക്ക് പറഞ്ഞ പോലെ അതിൻ്റെ ഒരു പേര് ഡിനോട്ട് ചെയ്യുന്ന പോലെ പ്രൈവറ്റ് ഫേം ആയിരിക്കും, അല്ലെങ്കിൽ പ്രൈവറ്റ് ഒരു കമ്പനി ഒരു ഓൺ ചെയ്യുന്ന വെയർ ഹൗസ് ആയിരിക്കുള്ളൂ പ്രൈവറ്റ് വെയർ ഹൗസസ്. അവരുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓപ്പറേഷൻസ്, വെയർ ഹൗസ് ഓപ്പറേഷൻസ്, ഡിസ്ട്രിബ്യൂഷൻ ആവാം, സ്റ്റോറിങ് ആയിരിക്കാം, അങ്ങനെ ഈ കൈൻഡ് ഓഫ് ഓപ്പറേഷന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നതാണ്, അവരുടെ ഇത് മാത്രമായിട്ട് ഒരു വെയർ ഹൗസ് അവിടെ ഓൺ ചെയ്യണം, അല്ലെങ്കിൽ റൺ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ പ്രൈവറ്റ് വെയർ ഹൗസുകളിൽ അവരെന്ത് ഓപ്പറേഷനാണ് നടത്തുന്നത്, അവരുടെ മാത്രം ഗുഡ്സ് പ്രൊഡക്ട്സ് മാത്രം എന്ത് ചെയ്യുള്ളൂ വെയർ ഹൗസുകൾ സ്റ്റോർ ചെയ്യുള്ളൂ. വേറെ പുറത്തുനിന്ന് ഒരാൾക്ക് നേരത്തെ പബ്ലിക്കിന് പറഞ്ഞ പോലെ മൾട്ടിപ്പിൾ ആളുകൾക്ക് അത് ആക്സസ് ചെയ്യാനുള്ള അവകാശം അവിടെ വരുന്നില്ല. പ്രൈവറ്റ് വെയർ ഹൗസസ് ഒരു പാർട്ടിയുടെ ഓപ്പറേഷന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തന്നെ രൂപാന്തരപ്പെടുത്തിയെടുക്കുന്നതാണ് പ്രൈവറ്റ് വെയർ ഹൗസുകൾ. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് കോർപ്പറേറ്റീവ് വെയർ ഹൗസസ്. കോർപ്പറേറ്റീവ് വെയർ ഹൗസസ് ലൈക്ക് ഇപ്പോൾ ഒരു മൾട്ടിപ്പിൾ ഓർഗനൈസേഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ബിസിനസ്സസ് ആയിരിക്കാം. അവരുടെ പ്രൊഡക്ട്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ മ്യൂച്വലി ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒരു വെയർ ഹൗസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആയിരിക്കാം എന്തായിട്ട് പറയാൻ പറ്റും നമുക്ക് കോർപ്പറേറ്റ് വെയർ ഹൗസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഏരിയയിൽ അവിടെ കുറച്ച് ഫാർമേഴ്സ് അവരുടെ പ്രൊഡക്ട്സുകൾ ഇൻവെൻട്രീസ് സെയിം നേച്ചറുള്ള ഇൻവെൻട്രീസ് ലൈക്ക് അപ്പോൾ കോൺസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ഈവൻ റൈസ് ആയിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു സെയിം നേച്ചർ ഓഫ് ഇൻവെൻട്രീസ് വരുന്ന ഒരു കൈൻഡ് ഓഫ് കൂട്ടം ഫാർമേഴ്സ് അവരുടെ ധാന്യങ്ങൾ, അവർ കൃഷി ചെയ്തുണ്ടാക്കുന്ന ധാന്യങ്ങൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോർപ്പറേറ്റ് വെയർ ഹൗസ് അവിടെ തുടങ്ങുകയാണ്. പിന്നെ ആവശ്യാനുസരണം അവർക്ക് അവിടെ നിന്ന് എന്ത് ചെയ്യാം, അത് ഔട്ട് ചെയ്യാം, മറ്റ് ട്രേഡർമാരിലേക്ക് എത്തിക്കാം. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അത്തരം വെയർ ഹൗസ് രൂപപ്പെടുത്തിയെടുക്കുന്നത്, അല്ലെങ്കിൽ അവരായിട്ട് തന്നെ ഇതിങ്ങനെ ആ ഒരു കോർപ്പറേറ്റ് ചെയ്തിട്ട് നടത്തുന്നതുമാണ് എന്തായിട്ട് പറയുന്നത് നമ്മൾ കോർപ്പറേറ്റഡ് വെയർ ഹൗസസ് എന്ന് പറയുന്നത്.
ഇത്തരം കോർപ്പറേറ്റ് വെയർ ഹൗസസുകൾ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഈവൻ ഫാർമേഴ്സ്, ബിസിനസ്സസ് അല്ലെങ്കിൽ അതർ എൻ്റർപ്രൈസസ് അവർക്ക് അവരുടെ പ്രൊഡക്ട്സ് ഒരുമിച്ച് സ്റ്റോർ ചെയ്യാനും പിന്നെ അവിടെ നിന്ന് അതിൻ്റെ ഫെർദർ മൂവ്മെൻറ്റ്സ് നടത്താനും ഈസി ആയിട്ട് ഈ ഒരു ഫെസിലിറ്റി കൊണ്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അത്രയും ഒരു മൾട്ടിപ്പിൾ ബിസിനസ്സിൻ്റെയൊക്കെ ഒരു ഇൻറ്റഗ്രേഷൻ ആയതുകൊണ്ട് തന്നെ അവർക്ക് എന്താണ് കോസ്റ്റ് വളരെ കുറവായിരിക്കും അവിടെ വരുന്നത്. അല്ലെങ്കിൽ അവർ ഇൻഡിവിജ്വലി അവരുടെ പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് ഇൻഡിവിജ്വൽ സ്പേസസ് വേറെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു അല്ലേ. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ഏരിയ അല്ലെങ്കിൽ ഒരു കൺസോൾഡേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു ഏരിയയൊക്കെ കൺസിഡർ ചെയ്തിട്ട് ഇത്തരം മൾട്ടിപ്പിൾ കമ്പനീസിന് ബിസിനസ്സസിന് എന്ത് ചെയ്യാം, അങ്ങനെ ഒരു കോർപ്പറേറ്റ് വെയർ ഹൗസ് നടത്തുകയാണെങ്കിൽ അതായിരിക്കും അവർക്കൊരു കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ അതാണ് കോർപ്പറേറ്റ് വെയർ ഹൗസസിനെ പറ്റിയിട്ട് പറയുന്നത്. ദെൻ